Hey. Yes. What do you want? I bring you here, Benska, nice resort. So what? I need some help. No help, no money. Go. Check. You? Me. You say village beauties. Ah, Now time is 10 o'clock. I have breakfast, 12 o'clock lunch, then 2 village beauties. Okay. shake. Shake. Oof. Then I wake up, have bath, night, 8 o'clock dinner. You bring 3 village beauties. No. Okay. I am not mama. No Hey, problem. shake. You bring girls. Shake. Idiot. Shake. Oof. Yeah. Then Shake. afternoon, evening. Village beauties, no say. Bring different. Okay. എന്റെ പൊന്ന് ഷേക്ക് ഞാൻ കാലിന് No. Only girls. Get out. അയ്യ, ഇതിലല്ല, Get out. ഇതല്ല, Out. ഇതല്ല. Idiot. Bring girls. Get ഷേക്ക് out. നമ്പർ പറ Yes. നോ What? ഒന്നുമില്ല ഷേക്ക്. Bring village beauties. Okay. Help. അനുഭവിക്കടാ ഒന്ന് പോടോ. അനുഭവിക്കടാ. ഗോപൻ ഇവിടെ അവൻ സൂര്യനെ തിരക്കി പോയിരിക്കുക. അതെ ആ. സുഖം എത്താതെ ലേലം തുടങ്ങരുത്, അത് നിങ്ങൾ നോക്കിക്കോണം. ഓക്കേടാ. ഓക്കേടാ സാറേ, ഇത് വലിയ ക്രൂരത. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. സുഖം എത്താണ്ട് ഇവിടെ ഒരു ലേലം നടക്കില്ല. നിങ്ങൾ വന്നേ. പൈസ കിട്ടിയില്ലേ? അപ്പൊ മറ്റേ സാധനം കൊടുത്തതിന്റെയോ? കാശൊന്നും കിട്ടിയൊന്നുമില്ല. അമ്മമാരെ നല്ല പണിയൊന്നും. ആകെ 90,000 രൂപയും ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. അയ്യോ, ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ ഈ ഷെയ്ക്കിനെ കണ്ടു. ഈ ഷെയ്ക്കിനെ കൊണ്ട് എന്താക്കാനാ? അലിയ, ഷെയ്ക്കിന്റെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കഴിഞ്ഞാ ഷെയ്ക്കിനെ സഹായിക്കില്ലേ, പിന്നെ ഞാൻ രക്ഷപ്പെട്ടില്ലേ. അയാളോട് കാര്യം പറഞ്ഞോ? മിണ്ടാൻ പറ്റണ്ടേ? എന്തെങ്കിലും പറയാനേക്കാവുമ്പോ 2 വില്ലേജ് കൂട്ടി 3 വില്ലേജ് കൂട്ടി അവിടെ കിടന്ന് കാറാണ്. ഞാൻ ഇറങ്ങാന്നല്ലേ? എന്ത് ബഹളോന്നറിയൂ. Get the hell out of here. And the help. And the harami. അളിയ, ഒരു വില്ലേജ് ബ്യൂട്ടിനെ കിട്ടി. വേണ്ടേ? എന്താ പറ്റി? എന്റെ സാറേ, നിങ്ങളുടെ ഷേക്കിന്റെ പേയ്മെന്റ് ഇന്ത്യൻ റുപ്പിയാണോ അതോ ദിർഹാണോ കാർഡാണോ കാശാണോ ചോദിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. കൈകൊണ്ട് ഒറ്റ കുത്ത്. കുത്തിയ അളിയ സൂക്ഷിക്ക്, ഭ്രാന്തൻ അറിയിക്കും ചിലപ്പോ. No need of your bloody sorry. I am fed up of this place. Airport no car. Now this. സോറി സർ, ജസ്റ്റ് ആസ്ക് യുവർ പേയ്മെന്റ് മെത്തഡ്. Payment? What payment? I will buy this resort right now. Tell me the price. Tell me the price right now. 15 ലക്ഷം രൂപ വിളി തുടങ്ങാം. ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ സാറേ? സുഖം വന്നിട്ട് തുടങ്ങിയാൽ മതി. കമലൻ ചേട്ടനോട് കൂടിയാ പറയുന്നത്. വരട്ടാതാ മക്കളെ, 2 ആഴ്ചക്ക് നോട്ടീസ് അയച്ചതല്ലേ, വരാനുള്ളവനാണ് എപ്പോഴേ വന്നേനെ. ഞാൻ ഇടപെടണോ മുതലാളി? സാറ് വിളിക്ക് സാറേ. കഷ്ടമാണ് കമൽ അദ്ദേഹം. ഒരു കുടുംബത്തെ മുഴുവനാണ് നിങ്ങൾ വഴിയാധാരമാക്കുന്നത്. ഒന്നുമല്ലെങ്കിൽ മേനന്റെ പറമ്പിലല്ലേ നിങ്ങൾ ജീവിതം തുടങ്ങിയത്. വെളിച്ചപ്പാടിന് തുള്ളണമെങ്കിൽ അമ്പലത്തിൽ പോയി തുള്ളണം. കാശുള്ളവന് ഇവിടെ ഇരുന്നാ മതി. കാശുണ്ടോ എങ്കിൽ വിളിച്ചോ. അപ്പൊ എന്നോടാ കാശ് അവന്റെ പേരിൽ ആര് ബാങ്കിലിട്ടാലും ബാങ്കിന് ഓക്കെയാ. ആ സാറേ, ഈ കമലൻ അങ്ങ് തുടങ്ങുക. 15,01,000. അത് നീ അവിടെ ഇരടാ. ഇരിക്കാം, ഇരുന്നു. ആർക്കെങ്കിലും കൂട്ടി വിളിക്കണമെങ്കിൽ വിളിച്ചോ. നീ എന്തിനാ എഴുതേറ്റ്? ആർക്കെങ്കിലും വിളിക്കണ്ടോ ചോദിക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ ഇരടാ. ആർക്കും ഇല്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, കമലം തന്നെ അങ്ങ് ഉറപ്പിച്ചേക്കാം. 15,01,000. ഒരു തരം, 2 തരം, 16 ലക്ഷം. നീ എത്തിയോ? നിന്റെ പിള്ളേരിവിടെ കിടന്ന് വിറപ്പിക്കുന്നുണ്ടായിരുന്നു. നീ ഗൾഫിൽ പോയി ലക്ഷങ്ങളൊക്കെ കൊണ്ടുവന്ന് വിളമ്പൂന്നൊക്കെ പറയണ കേട്ടു. കയറി വാടാ കൂട്ടാ. കാണട്ടെ. വിളിച്ചാ മാത്രം പോരാ, കാശിറക്കവും കൂടെ വേണം. വിളിക്കുന്നത് ഞാനാണെങ്കിലും കാശിറക്കുന്നത് ഞാനല്ല. പിന്നെ വേൾഡ് ബാങ്ക് എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്റെ സുൽത്താന. സുൽത്താനോ? ഏത് സുൽത്താൻ? ഹിസ് ഹൈനസ് ഷെയ്ഖ് സുൽത്താൻ ഹമദ് ബിൻ സൗബ് ബിൻ ഖലീഫ ബിൻ ജാസിം അൽത്താനി മുഹമ്മദ്. മുതലാളി ഒരു പഞ്ചാബി. അങ്ങോട്ട് മാറി നിൽക്കണം. ഷെയ്ക്ക് വരുന്ന കണ്ടില്ലേ? എല്ലാരും ബാക്കോട്ടിരിക്കട്ടെ. ഷെയ്ക്ക് ഇരിക്കട്ടെ. ഒരു മനുഷ്യന്മാരാണ്. ഇരിക്കും, ഷെയ്ക്ക് അവിടെ ഇരിക്കും, ഞാൻ അവിടെ ഇരിക്കും. കണ്ട എന്റെ മലയാളം മനസ്സിലായത്? ഞങ്ങൾ ഷെയ്ക്കിനെ കണ്ടില്ല. ഇതാണ് ഷെയ്ക്ക്. എന്റെ പാസ്പോർട്ടും ഡീറ്റെയിൽസ്. ഇതിനെന്താ ദയാർജി കൊടുക്കുവാണോ? അതേ ഇനി വഴിയുള്ളൂ. സുൽത്താനാണ് പോലും സുൽത്താൻ. ഇഫാലെ. ലേലേ ഹേ. കമലൻ ചേട്ടൻ എന്താ സാറേ? ആള് ഷെയ്ക്കാണ് കേട്ടോ. ഷെയ്ക്ക് ഖത്തറിലെ റൂളിംഗ് ഫാമിലിയെ. എന്ത് റൂളിംഗ് ഫാമിലി, എന്ത് ഷെയ്ഖ്? കമലിന് ഇത് വല്ലൊരു പ്രശ്നമാണോ? സതീഷ വെച്ച് പോളി മുതലാളി. 20 ലക്ഷം. 20 lakhs. 30 lakhs.
30 ലക്ഷം 31 ലക്ഷം 31 lakhs 40 lakhs. 40 ലക്ഷം 60 ലക്ഷം സതീഷ എന്റെ മുതലാളി അങ്ങനെ വിട്ടുകൊടുക്കരുത്. നമ്മൾ 45 പറഞ്ഞ അവർ 50 പറയും. എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? അത് കേട്ട് പറഞ്ഞു. നമ്മളെ വീട്ടിൽ ഏലത്ത് പിടിയ അറബിനെ കൊണ്ട് എങ്ങനെ സമീപിച്ചു? 60 ലക്ഷം ഒരു തരം ഷെയ്ക്ക് വിളിക്കുന്നത് നമ്മുടെ വീടിനല്ല, പിന്നെ അയാൾ താമസിക്കുന്ന റിസോർട്ടില്ലേ അതിന്റെ ലേലം എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ കൊണ്ടുവന്നു. ഇയാള് മോശമില്ലല്ലോ. 60 ലക്ഷം രണ്ട് തരം. എനിക്ക് കമലന്റെ മുമ്പിൽ ജയിച്ചേ പറ്റൂ. ആരെങ്കിലും വിളിക്കാറുണ്ടോ? എനിക്ക് കൂട്ടണോ? മുതലാളി അവരിപ്പോ ഒരു 65 പറയും. നമ്മൾ അതൊരു 70 ഉറപ്പിക്കും. ലേലം ഉറപ്പിക്കാൻ പോവാണ്. അങ്ങോട്ട് ഉറപ്പിക്കണോ? ഷെയ്ക്ക്, they are fixing 60 lakhs. 60 ലക്ഷം 1 crore. രണ്ട് തരം. 1 crore. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 60 ഒരു ലക്ഷം. കോടി. എന്തേ കോടിഞ്ഞേട്ടല്ലേ? ഓടി മേടിക്കേണ്ടി വരുമോ? ജീവണ്ട് പോയി റീടാ. രക്ഷപ്പെട്ടു. കാലേന്ന് കാലെടുക്ക്. 1 കോടി ഒരു തരം. 2 കോളം മേടിക്കുന്ന കാര്യം പറഞ്ഞത്. Yes. 1 കോടി രണ്ട് തരം. ലേലം ഉറപ്പിക്കാൻ പോവാണ്. 1 കോടി 3 തരം. സതീഷ അപ്പൊ പോവില്ലേ? വന്നു ഇപ്പൊ വരാവേ. Sheikh, please come. Four side. Yalla. ഒക്കെ അറബിയിലൊക്കെ ഉള്ളേ ആടിപ്പോവല്ലേ? ഞങ്ങൾ വിട്ടുപോയിക്കോ. പേര് ഞാനുണ്ട്. Okay. ഒരു കോടി വിളിച്ചപ്പോ ആ കമലഹാസന്റെ മുഖം പോലെ പശുവിന്റെ ആസനം പോലെ ദാ സോക്സിന് ഭയങ്കര വേണം. Massage. കാലൊക്കെ പിടിച്ചു തരാം. മറ്റേ പരിപാടി പറയണ്ടിരുന്ന മതി. ഈ വേണ്ടാത്തൊരു ഓർമ്മിപ്പിക്കല്ലേ. അതിന് പുള്ളിക്ക് മലയാളം അറിയില്ലല്ലോ. ശരിയാ. എങ്ങനെയെങ്കിലും ഷെയ്ക്കിനെ കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങണം. ആ. എന്നിട്ട് ഇയാള് പോകുന്നതിന് മുമ്പ് അതിന്റെ തലപ്പത്തിരിക്കണം. അത് നല്ലൊരു ഐഡിയ. അങ്ങനെയാണ് ഇപ്പൊ വിമാനത്താവളോ കപ്പൽശാലി അങ്ങനെ എന്തെങ്കിലും തുടങ്ങാം. എന്നിട്ട് അത് മുമ്പേ പേരിലായിട്ട് പിന്നെ ഇയാൾ അങ്ങോട്ട് പോയിക്കോട്ടെ. ആ. വലിയൊരു മാളിക പണിയണം. ആ. ഈ മഞ്ഞ പെയിന്റും സ്വർണ്ണക്കാട്ടാനെയൊന്നല്ല, ഉം. നല്ല ക്ലാസ് മാളിക. ആ. എന്നിട്ട് ഈ ഷെയ്ക്കാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് ഞാനൊരു വലിയ ഫോട്ടോയും വെക്കും. വാതിലിന്റെ മുകളിൽ ആ. അത് കഴിഞ്ഞ് എന്റെ മാളികയിലേക്ക് ഞാൻ അവളെ കൊണ്ടുവരും. എന്റെ കീർത്തിയെ. തുടങ്ങി. കീർത്തന, ലവ് ഓഫ് മൈ ഹാർട്ട്, കല്യാണം കഴിക്കാൻ പോവാ. എന്തിനാണ് ഈ ഞാൻ കമലന്തണ്ടിന്റെ മോളെ കല്യാണം കഴിക്കുന്നത്? വല്ല വിജയമല്ലിന്റെ മോളെ കല്യാണം കഴിക്കി. അയാൾ അങ്ങോട്ട് രക്ഷപ്പെട്ടെ. അറിയാ, എനിക്ക് കീർത്തനെ തന്നെ കിട്ടണം. എന്തിനാടോ? വേണം, അത് വേണ്ട. വേണം, ഞാനാ പറഞ്ഞ വേണ്ടാന്ന്. വേണം. അത് വേണ്ട. അറിയാ, ഞാനല്ല. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കമലന്റെ മോളൊന്നും വേണ്ട. അങ്ങനെ എനിക്കിട്ട് പണിഞ്ഞിട്ട് വേണ്ട. ഇവിടെ അല്ലേലും സീൻ മൊത്തം കോൺട്ര. അടിപൊളി. അറബിക്ക് മലയാളത്തിൽ പാടാനൊക്കെ അറിയാം. പാടാൻ മാത്രമല്ലടാ, പറയാനും അറിയാം. നിനക്കൊക്കെ എന്നെ കൊണ്ടുകടന്ന് വിറ്റ് കാശുണ്ടാക്കണമല്ലോ. അറബിക്ക് ഭ്രാന്ത് മൂത്ത്. ഞാൻ ആരാന്നാടാ നിങ്ങളുടെ വിചാരം? നിങ്ങൾ വിചാരിക്കുന്ന ഒരാളെ അല്ല ഞാൻ. മാഫി ഫിലോസ്, മാഫി മുഷ്കിൽ. ഇയാളെന്താ മേലോട്ട് നോക്കുന്നത്? ഷെയ്ക്ക്, ഗൾഫിൽ ആകാശല്ലേ? ഞാൻ ആരാന്നാ നിങ്ങളുടെ വിചാരം? ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളേ അല്ല. അപ്പൊ നിങ്ങൾ ഷെയ്ക്കല്ലേ? ഷെയ്ഖ്. അച്ഛനെ പോലെ മലയാളം പറയണ്ടല്ലോ. പിന്നെ ആരെ പറ്റിക്കാണ് വേഷം കെട്ടല്? ഞാൻ നല്ല അസൽ ഷെയ്ഖ് തന്നെ, ഫ്രം ഖത്തർ റോയൽ ഫാമിലി. എന്റെ പാസ്പോർട്ടും വിസയൊക്കെ നീ കണ്ടല്ലേ? അപ്പൊ പിന്നെ ഞാനിപ്പോ അതെങ്ങനെയാ പറയാ? പറ. എന്റെ പൊന്നു മോനെ, എന്റെ കയ്യിൽ 10 പൈസയില്ല. തിരിച്ചു പോകാൻ വണ്ടി കാശ് പോലും ഇല്ലാതെ കടം കയറി പൊടിഞ്ഞൊരു ഷെയ്ക്കാണ് ഞാൻ. പൈസ ഇല്ലാത്ത ഷെയ്ക്ക് അംബാനി എന്നൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കല്ലേ? ഷെയ്ക്ക് സത്യം പറ. സത്യമായിട്ടും മാഫി ഫിലൂസ്, മാഫി മുഷ്കിൽ. നോ മണി, നോ പ്രോബ്ലം. അപ്പൊ ഇതല്ല 5 ഡയലോഗിന്റെ അർത്ഥം. Yeah. ബെസ്റ്റ്. എവിടെ? നല്ല സെറ്റപ്പിലൊക്കെ തന്നെ ഞാൻ ജനിച്ചു. എൻ്റെ ഉമ്മ ഉപ്പയുടെ 4ാം കെട്ടായിരുന്നു. കൊയിലാണ്ടിക്കടുത്തൊരു ഗ്രാമത്തിൽ നിന്ന്. അറബി കല്യാണം കഴിച്ചൊരു പെണ്ണിനും അതിലുണ്ടായ കുട്ടിക്കും വേലക്കാരുടെ സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വളർന്നതും കളിച്ചെല്ലാം അവിടെ ജോലിക്കുന്ന മലയാളികൾക്കൊപ്പമായിരുന്നു. അതുകൊണ്ട് എനിക്ക് മലയാളം നന്നായിട്ടറിയാം.
അധികം വൈകാതെ എന്റെ ഉമ്മ മരിച്ചു. വയ്യാണ്ട് കിടന്നപ്പോ ഉമ്മയ്ക്ക് വേണ്ടി കാശ് ചെലവാക്കാൻ പോലും എന്റെ ഉപ്പ തയ്യാറായില്ല. ഉമ്മ മരിച്ചൊരു 4 മാസമായി കാണും. ഉപ്പ പിന്നെയും കിട്ടി. ആ പെണ്ണ് വന്ന് കയറിയപ്പോ ഞാനുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിന്റെ പേരിൽ എന്നെ പാലസിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. എന്ത് പ്രശ്നം? പറയ് കേക്കട്ടെ. ആ പെണ്ണുണ്ടല്ലോ, 17 പോലും തികയാത്തൊരു കിളുന്ത് ലബരീസ് പെണ്ണായിരുന്നു. ഓളെങ്ങനെ സുന്ദരിയാ? യെസ്, സുന്ദരിയ. 7 അഴകളുള്ള ഒരു മുച്ചത്തി. അവളെ കാണണം. ഈന്തപ്പഴത്തിന്റെ നിറമുള്ള കണ്ണും ആപ്പിളിന്റെ നിറമുള്ള കവിളും നല്ല സ്ട്രോബെറി ചുണ്ടും ഉരുണ്ട് തുടുത്ത് നല്ല മൂസമ്പി പോലത്തെ അപ്പം. ഓളെന്താ ഫ്രൂട്ട്സ് പീടിയ? ഷെയ്ക്ക് കാര്യം പറ. ഉപ്പയും ബാക്കി എല്ലാവരും പുറത്തു പോയൊരു ദിവസം വീട്ടിൽ അവള് ഞാനും മാത്രമായി. നിങ്ങൾ ഒറ്റയ്ക്കോ? അവള് കുളി കഴിഞ്ഞ് താഴേക്ക് വരികയായിരുന്നു. ഞാൻ മുകളിലേക്കും. അവൾ താഴേക്ക് എന്നെ നോക്കാതെ പടികളിലേക്ക് മാത്രം നോക്കി നടക്കായിരുന്നു. ഞാൻ അവളെ മാത്രം നോക്കി മുകളിലേക്ക്. ഞാൻ മുകളിലേക്ക്, അവൾ താഴേക്ക്. എന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അടുത്തടുത്ത് വന്നു. അവൾ എന്റെ സാമീപ്യം മനസ്സിലാക്കി. അവൾ മെല്ലെ തലയുയർത്തി എന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ കണ്ണുകളിലേക്ക് അവളുടെ ഈന്തപ്പഴ കണ്ണുകൾ ചൂഴ്ന്നിറങ്ങി. അവളുടെ കവിളും മഴക്കാറ് പോലുള്ള മുടിയഴയും. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. എന്റെ എല്ലാ കൺട്രോളും പോയി. ഞാൻ അവളെ കയറി ഇങ്ങനെ പൂശി. സ്റ്റെയർ കേസിൽ വെച്ചാ? അവളുടെ തോളല് ഒടിഞ്ഞു, നടു ഒടിഞ്ഞു. അതെങ്ങനെ സംഭവിച്ചേ? പിന്നല്ലാതെ ഉമ്മ മരിച്ച 3-ാം പക്കം വീട്ടിൽ കയറി ഒന്ന് ഉപ്പ വിളിച്ച് അവളെ വേറെന്ത് ചെയ്യാൻ? ഒറ്റ പൊട്ടിക്കൽ ഇതേ കിടക്കുന്നതാണ്. അയ്യേ, നിങ്ങൾ പൂശെന്ന് ഉദ്ദേശിച്ചതല്ല അല്ലേ? Yeah. നിങ്ങളൊരു ഒലക്കമലൊരു കഥ. നോ പ്രോബ്ലം. എന്നിട്ട് ഇതെല്ലാരും കൂടി ഒരു ആശുപത്രി കൊണ്ടേ. ഒന്നും മിണ്ടാണ്ടിരിക്കൂ. എന്നിട്ടോ വീട്ടിൽ നടന്ന സംഭവം പുറത്തായതോടെ ഷെയ്ഖ് കുടുംബവുമായി ബന്ധപ്പെട്ട സർക്കാരിലും മറ്റ് സ്ഥാപനങ്ങളിലും എനിക്ക് ജോലി കിട്ടില്ലാന്ന് ഉറപ്പായി. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ 4 പേര് കൂടി ഒരു കമ്പനി തുടങ്ങി. 4 പേരും ബിസിനസ്സിൽ നല്ല പരിജ്ഞാനമുള്ളവരായതുകൊണ്ട് അത് വേഗം പൂട്ടി. പോരാത്തതിന് കുറെ ചെക്ക് കേസും. രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും ഇവിടെ നിന്ന് ഗൾഫിലേക്ക് വരുമ്പോൾ ആ ഗൾഫിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഞാൻ കണ്ട സ്വർണ്ണ കാറും കടുവയും ആ പാലസ് ഒക്കെ അതൊക്കെ നീ കണ്ടല്ലേ? അതൊക്കെ കണ്ടിട്ടാണല്ലോ. അത് റൂളിംഗ് ഫാമിലിയിൽ ഷെയ്ഖ് എന്റെ വല്യുപ്പയുടെ ഗസ്റ്റ് ഹൗസാ. അങ്ങേരെയാണ് ആ പുലി. ആകെ എന്നോട് സ്നേഹമുള്ളത് ആ പുലിക്കും ആ വല്യപ്പിക്കുക. ആ പുലിയുടെ വയറിലൊക്കെ നിൽക്കാൻ വേണ്ടി മൃഗാശുപത്രി കുത്തിവെക്കാൻ കൊണ്ടുപോയതാ ഞാൻ. മൃഗാശുപത്രി പോയതാ? നന്നായി. പിന്നെ സ്വർണ്ണക്കാർ, ഷെയ്ഖിന്റെ പ്രിയപ്പെട്ട കടുവയല്ലേ, അതിന് പോവാനാണ് ആ സ്വർണ്ണക്കാർ. അതിന് യാത്ര ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും അതിലുണ്ട്. അല്ല, നിങ്ങളെ പേരെന്താന്നാ പറഞ്ഞേ? ഷെയ്ഖ് അൽ സുൽത്താൻ സൗദ് ബിൻ ഖലീഫ ബിൻ വെസ്റ്റ് ബിൻ. 10 പൈസന്റെ ഗതിയില്ലാത്ത ഷെയ്ക്കും 10 കിലോമീറ്റർ നീളമുള്ള പേരും. ദൈവമേ, ഞാനെന്താ പണിക്ക് പോണ്ടി വരുമല്ലോ. ഖത്തറിൽ കണ്ട കണി കെണിയല്ലേ ഈശ്വര. എയർപോർട്ടിലെത്തി എന്ത് ചെയ്യണമെന്നറിയാതെ ശിങ്കാരിമേള ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിന്റെ വരവ് വിത്ത് ബെൻസ് കാർ. ദൈവമേ, ആരായാലും കയറിപ്പോയില്ലേ? ഇനി എന്റെ ഭാവി നിന്റെ കയ്യില്. എന്നെ പൊന്നുപോലെ നോയിക്കോണം. മാഫി, മിണ്ടരുത്. സോറി. ഷേഖ് അൽ അഹമ്മദി, അതാണ് അയാളുടെ പേര്. ഖത്തർ റോയൽ ഫാമിലിയിൽ നിന്ന് പുറത്താക്കിയ ഒരു പക്ക ക്രിമിനലാണ് ഇയാൾ. അന്ന് രാത്രി ഹോട്ടൽ ഗ്രാൻഡ് ഷെൽട്ടന്റെ സ്വീറ്റ് റൂമിൽ നിന്ന് ആ ബിസിനസ്മാനെ തള്ളിയിട്ട് കൊന്നത് ഈ ഷേഖ് തന്നെയാണ്. ബട്ട് വൈ? എന്തിന്? That still remains a mystery.
അന്ന് ഹോട്ടൽ CCTV ക്യാമറകൾ ഓഫായിരുന്നു. ബട്ട് വായവ് സ്ട്രീറ്റിലെ ക്യാമറയിൽ അയാളുടെ മുഖം വ്യക്തമായി പതിഞ്ഞിരുന്നു. Listen, I want the recording from this camera. ഓക്കെ സർ. And that's how I confirmed his identity. But there's a problem. He has already escaped to Kerala. ഓ മൈ ഗോഡ്, വെൻ? On the same day. He's a smart criminal. സോ വാട്ട്സ് യുവർ നെക്സ്റ്റ് മൂവ് സർ? I'm getting in touch with the local police in Kerala, sir. ഇയാൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ അവിടുന്ന് എങ്ങോട്ട് എസ്കേപ്പ് ആയെന്നുള്ളതിന് യാതൊരു തുമ്പുമില്ല. അത് ഞാൻ ഫോളോ അപ്പ് ചെയ്തോളാം. Yes. Sir, do take up this matter personally with the royal family. I'll do that. And also with the Qatar CID division. Okay. സുക്കു റൂം എങ്കിൽ ഇന്ന് റിസപ്ഷനിൽ കേട്ട് പാക്കലാമാ. ഇതിന്റെ ഓണറിന്റെ അച്ഛന്റെ ഫ്രണ്ട് അയാൾ കണ്ട പ്രശ്നവും. അപ്പഴേ സുഖ ഫോൺ പണി പാരമാ. വില്ലേജ് ഞാൻ ബ്യൂട്ടീസ് കൊറേ നേരമായി ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു വാട്ടി കൂടെ ട്രൈ പണ്ണ. ഞാൻ വിളിച്ചു പക്ഷെ കിട്ടുന്നില്ല. എക്സ്ക്യൂസ് മീ. മോർണിംഗ്. ഗോയിങ് ഫോർ എ മോർണിംഗ് വാക്ക്? Just actually I'm a sheikh. You're not coming. Your good name? കീർത്തി. കീർത്തി ടൈം ആച്ച് കലമ്പല. You Tamil? Bismillahir Rahman. Can I know your name? മലർ. Malar. Malar. Correct. Shall we have one date? What? I mean dates. It's good for skin. നീ എന്താ ഇവിടെ? നിന്നെ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാ. ഈ സാധനത്തിനെ കൊണ്ടുവരാനാണോ നീ ഇത്ര വലിയ റിസ്ക് എടുക്കാൻ പോയത്? സാധനോ? ഷേക്കിനെ കണ്ട? കണ്ടു. ഈ കൊണ്ടുവന്നിരിക്കുന്ന തന്നെ നിനക്ക് ഏറ്റവും വലിയ റിസ്ക് ആവാൻ പോകുന്നത്. എന്താ ഫേസ്ബുക്കില് അന്ത അറബി മെസ്സേജ് അനുപ്പിയിരിക്ക. ഇപ്പൊ എങ്ങനെയുണ്ട്? കീർത്തി, ഒരു മിനിറ്റ്. ഇത് മാത്രമാണ് ഞാൻ അവിടുന്ന് കൊണ്ടുവന്നത്. കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയാം. ഓക്കെ. മലരേ ഉന്നൈ കാണാതിരുന്നാൽ മറുഭൂമിയിൽ ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ പോകും? എടാ, നീ അയച്ച ബ്യൂട്ടീസ് ഒരു ഉദാഹരണത്തിന് ഇവിടുന്ന് പോയല്ലോ. ഞാൻ അയച്ച എന്റെ ജീവിതം തൊലക്കാനാണ് നിങ്ങൾ വന്നത്. മനസ്സിലായി? ആ പോയതാരാന്നറിയൂ? അതാണ് കമലന്റെ മോള്. ഓഹോ. ഞാൻ ഈ പാടക്കപ്പെട്ടതേ അവളെ കിട്ടാൻ വേണ്ടിയാ. എന്നെ കാണാൻ വന്നതാ. എന്നിട്ട് ഐ എം സോറി. അതേതാ നിന്റെ പെണ്ണ്? ചെറുത്. ഞാൻ വലിക്കൊണ്ടിട്ടാണ് പാടുള്ളത്. ഷേക്ക്. അതുകൊട്ടെ, എന്താണ് ഉദ്ദേശം? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. എല്ലാ മലയാളികളെയും പോലെ ഇച്ചിരി കാണാൻ കൊള്ളില്ലെങ്കിലും കാശുള്ളൊരു പെണ്ണൊരു ജീവിതം കൊടുത്തിട്ട് അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാം. ഓസിന് ജീവിക്കുക. യെസ്. ഒരു ഗതിയില്ലാത്തവൻ അല്പഗതിയുള്ള പെണ്ണിന് ലൈഫ് എടുത്തിട്ട് സുഖമായിട്ട് ജീവിക്കാം. ഈശ്വര, കാശുല തലയ്ക്ക് വെളിവില്ലാത്ത ഷേക്കിനാണ് നീ എനിക്ക് തന്നത്. നീ തന്നെയാണ് ഉദ്ദേശം? അതെ. ചേട്ടേ, സുഖു, വിളി കേട്ടല്ലോ. എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അറബേട്ടാ, ഐ ആം ഖത്തർ ഡ്രൈവർ വേക്കൻസി. യെസ്, യു ആർ അപ്പോയിന്റഡ്. പക്ഷെ ജോലിക്ക് വരുമ്പോ ഓടിക്കാനുള്ള വണ്ടിയും കൂടെ കൊണ്ടുവരണം. താങ്ക്സ്. അറബി മലയാളം പോലെ പറയണോ? ഇവിടെ ഇപ്പൊ ഇങ്ങനെയാ. വിശദമായിട്ട് പിന്നെ പറയാം. ജോലി കിട്ടിയല്ലോ അല്ലേ? പിന്നെ നാളെ രാവിലെ ബെൻസായിട്ട് വാട്ടാ. ഈ ഇനി ഞാൻ എന്ത് ചെയ്യൂളിയാ? എന്റെ കാര്യം ഇയാളെ വലിയ സംഭവമായിട്ട് ഇവിടെ കെട്ടിയിറക്കി. ഇപ്പൊ വീടും പോയി എല്ലാം പോയി. ഇയാളെ കൊണ്ട് കളയാനും പറ്റുള്ള, കൊണ്ട് നടക്കാനും പറ്റുള്ള. എന്ത് ഗതികേടാണിത്? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. മാഫി ഫിലൂസ് മാഫി മുഷ്കിൽ. തുടങ്ങി. നിന്റെ വീടും പറമ്പൊന്നും പോവില്ല. പിന്നെ 1 കോടി രൂപ നിങ്ങൾ കൊടുക്കൂ. എടാ, നമ്മൾ കൊടുത്തില്ലെങ്കിലും തൊട്ടടുത്ത വഴിക്ക് വിളിച്ച ആൾ കൊടുക്കണം. നിന്റെ കമലിന് അത് അടച്ചേ പറ്റൂ. അയാളെ ഞാൻ മൂപ്പിച്ച് 60 ലക്ഷം വരുത്തിച്ചില്ലേ? എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഞാനങ്ങ് മുങ്ങും. പിന്നെ അയാൾ അത് അടച്ചേ പറ്റൂ. അപ്പോൾ നീ പറഞ്ഞ കണക്കിന് ബാങ്കിന്റെ കടമായ 15 ലക്ഷം രൂപയും കഴിഞ്ഞ് ബാക്കി 45 ലക്ഷം രൂപ കയ്യിലിരിക്കും. നിന്റെ കടവും തീരും, 20 ലക്ഷം രൂപ കയ്യിലിരിക്കുകയും ചെയ്യും. 20 ലക്ഷം? ബാക്കി 25 എനിക്കുള്ളതാണല്ലോ. ഞാനൊന്നും അല്ലട്ടോ. കാശുണ്ടാക്കാനുള്ള വേറെയും വഴികൾ ഞാൻ പറഞ്ഞുതരാം. നീ കണ്ടില്ലേ 5 പൈസ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിക്കാതെ നമ്മൾ ലേലം. അതാണ് ഷേക്കിന്റെ പവർ. ഡയലോഗിന് ഒരു കുറവുമില്ല. ഞാൻ പാപ്പരാണെങ്കിലും സത്യം. നീ എന്നെ വിൽക്കട കല്ലി വല്ലി, ഞാൻ നിന്ന് തരാം. കൂട്ടത്തില് നിന്റെ കമലാസനിട്ട് മനോഹരമായിട്ട് പണിയുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ്
നാട്ടുകാർക്ക് മുന്നിൽ എന്നെ നീ കാര്യമായിട്ടൊന്ന് എഴുന്നള്ളിക്കണം. നെറ്റിപ്പട്ടൊക്കെ കെട്ടി ഈ മരുഭൂമിയിലെ ആന. മരുഭൂമിയിൽ എവിടെ ആന? ഈ ആന ഇത് കലക്കി. ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? എന്റെ ഫ്രണ്ട് ഫോട്ടോഷോപ്പ് ചെയ്തോ? ഈ മൃഗങ്ങളുടെ മാത്രം കൂടെ നിൽക്കാൻ ഞാൻ സർക്കസിലെ റിംഗ് മാസ്റ്ററോ? എടാ ഒരു സ്ത്രീ സാമീപ്യൊക്കെ വേണ്ട, ഫേമസ് ആയിട്ടുള്ള. എന്നാ പിന്നെ സണ്ണി ലിയോണും തോട്ടത്തിൽ മീനാക്ഷിയൊക്കെ നിൽക്കുന്ന ഫ്ലക്സ് വെക്കാം. ഈ തോട്ടത്തിൽ മീനാക്ഷിയാണോ ഇപ്പൊ ഓട്ടത്തിലുള്ള? ഉള്ള വില കളയാനല്ലോ, വില കൂട്ടാനല്ലേ ഈ പരിപാടി. ആ ഇതെന്ത്? അതിന്റെ ഐഡിയ എങ്ങനെ? എന്നാ പിന്നെ കയ്യിലൊരു അമ്പും വില്ലും കൂടെ കൊടുക്കായിരുന്നില്ലേ? അടുത്ത ഞാൻ ഒരു പോത്തിന്റെ പ്ലാൻ ചെയ്യണ്ട, അവിടെ കൊടുക്കാം. ഈ പോത്തിനെ നിന്റെ പെങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ അവൾ എന്ത് തെറ്റിയതാ? എന്റെ വിധി. ഈ ഫോട്ടോസ് എന്ത് ചെയ്യും? ഈ ഫോട്ടോസ് മാക്സിമം ഫേസ്ബുക്കിലൂടെ നാട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും. ഒരു 10K ലൈക്സ് എങ്കിലും വരണം. പിന്നെ അവിടെ ഇവിടെ കേട്ട് മാക്സിമം ഫ്ലെക്സ് ഒക്കെ അടിച്ച് പൊലിപ്പിക്കുക. നാട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം സുൽത്താന്റെ പൊലിമ. സുഖ മുതലാളിയുടെ മൂടി അറബിയിലെ മുതലാളിയുടെ നെഞ്ചത്ത് തന്നെ വെച്ച്. അതൊക്കെ അസൂയക്കാര് വെറുതെ പറയണതാടാ. ഞാൻ എന്റെ മോൾക്ക് ഓൺലി ബെൽജിയം ഡയമണ്ട്സ്, പിന്നെ കുറച്ച് പ്ലാറ്റിനം. എടാ ഗോൾഡ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടാ പിള്ളേര് പറയണത്. ആ നീ വെച്ചോ, ഞാൻ വിളിക്കാട്ടാ. ഇതെല്ലാം പൃഥ്വിരാജിന്റെ പട്ടുസാരി കടയിൽ നിന്ന് വാങ്ങിയത്. രാജിപ്പം വിളിച്ച് വെച്ചേള്ളൂ. അതെയോ? ഇവിടെ പൃഥ്വിരാജ്. ഞാനാണെങ്കി അവനെ ഏടാ രാജുന്നേ വിളിക്കും. കാര്യം കേട്ടൊക്കെ ശരിയാണ് കേട്ടോ. ചെറുക്കന്റെ വീട്ടുകാർ കെട്ടിനെ ബിഷപ്പിനാണ് കൊണ്ടുവരാൻ പോണത്. പോരാത്തതിന് ഒരു മന്ത്രിയും 2 MLA ഉണ്ടെന്നാ കേട്ടത്. സത്യാട്ടോ, നമ്മുടെ സൈഡ് അല്പം വീക്കാണ് ചായ. ഈ ഇരിഞ്ഞാലക്കുടയിലെ ഈ ഫ്രാൻസിസ് പാണാടൻ ആരാണെന്ന് കേട്ടിന്റെ അന്ന് കണ്ടോ? അവര് MLA-നെ മന്ത്രിനെ ഏത് മാങ്ങാത്തോലിനെ വേണമെങ്കിൽ ഇറക്കിക്കോട്ടെ. ഈ പാണാടനെ ഇറക്കും, നൂലുമ കെട്ടി ഇറക്കും. ഒരു സർപ്രൈസ് ഐറ്റം. അതെ, കല്യാണം നടത്താനാ കാശ് മേടിച്ചാൽ മുടക്കാനല്ല. മനസ്സിലായി? കല്യാണ പെണ്ണിന്റെ കൈ പിടിച്ചെന്നാലേ നിങ്ങൾക്ക് ഒരു അച്ഛന്റെ സ്ഥാനം പോലും. ഞങ്ങളുടെ അവിടെ അച്ഛൻ പിടിച്ചു തന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അത് നന്നാവും. എന്തെന്നോ വളരെ നന്നാവും. വാർത്തയെ നസ്രാണി പിന്നെ 2 നായന്മാരെ സഹായത്തോടു കൂടി ഒരു കാക്ക അടിച്ചു മാറ്റി. ഭയങ്കര രസമായിരിക്കും. MLA-മാരെയും മന്ത്രിമാരെയൊക്കെ ആർക്കും കൊണ്ടുവരാൻ പറ്റും. ഇത് ഷെയ്ക്കല്ലേ ഷെയ്ക്ക്, പാണാടം പൊരിച്ചട്ടാ. പെൺകുട്ടി കുറച്ച് മുന്നോട്ട് കയറി നിൽക്കോ. മോളെ മുന്നോട്ട് കയറി നിൽക്കാൻ. ഷെയ്ക്കിനോട് അവളെ കൈവിടാൻ പറയും. മുന്നോട്ട് കയറി നിൽക്കും മോളെ. ഷെയ്ക്ക് പിടി 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 പിടി. എന്താ വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല ഫാദർ. ഷെയ്ക്ക് നാട്ടിക്കാതെ പിടി പിടി. ഞാൻ വിട്ടു, അവളവിടാത്ത. ഒരു കാമദേവനോ? എങ്ങനെയെങ്കിലും പിടി പിടിക്കില്ലെങ്കിൽ ഇടവക്കാർ മുത്തടിക്കൂട്ടാ. പിടി പിടിക്കാൻ നല്ല സ്ഥലത്താ കയറി പിടിച്ച്. ഇനിയും അടുത്ത കല്യാണം? കല്യാണം നിന്റെ അടിയന്തരം. ഓക്കെ. ഇയാള് കുറക്കി കൊടുക്കല്ലേ പഠിച്ചോ. സോറി. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഷെയ്ക്ക് കട ഉദ്ഘാടനം ചെയ്താലുള്ള പവർ. പീഡിയാന്റെ റേഞ്ച് തന്നെ മാറിപ്പോവും. ഷെയ്ക്ക് ഉദ്ഘാടനം ചെയ്ത പീഡിയാനുള്ള നൽകി ഗൾഫിൽ നിന്ന് ഒരാൾക്കാർ ഇങ്ങോട്ട് വരും. അതും വെറും ആപ്പൂപ്പ ഷെയ്ക്കല്ല, റൂളിംഗ് ഖത്തർ ഫാമിലിയിലെ ഷെയ്ക്കാണ്. പൂർഞ്ചേട്ടൻ എന്ത് പറയുന്നു?
അളിയ ആള് പോയി. അയ്യോ ഇനി ഓടണം. ഇറക്കിയാലടാ. അയ്യേ പെലയൊന്നും വേണ്ട. ഈ ഫുട്ബോൾ കളിക്കാർ സിനിമക്കാർക്ക് ആർക്കും ഇറക്കാന്ന്. പക്ഷെ തൃശ്ശൂർ ജില്ലയിൽ ഒരു പീഡിയ ഒരു ഷെയ്ക്ക് ഉദ്ഘാടനം ചെയ്ത അതൊരു സംഭവിക്കും. ഇതിപ്പോ ഒരിക്കും ഇതോടെ പൊറിഞ്ചോണ്ണൻ ബ്രദേഴ്സ് സൺസ് ഈ ജില്ലയിലെ നമ്പർ 1. പക്ഷേ ഓക്കെ, എനിക്കൊരു കണ്ടീഷൻ. എന്തുട്ടത്? ഓടാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഏതെങ്കിലും ഒരു അറബി ഓട്ട മത്സരത്തിൽ പങ്കെടുത്തായിട്ട് നീ കേട്ടിട്ടുണ്ടോ? അത് മാത്രല്ല, ശരീരാനങ്ങാനാണെങ്കിൽ ഗൾഫിൽ നിന്നാ പോരെ, ഇവിടെ വരേണ്ട കാര്യമില്ല. അറബി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ ജ്വല്ലറിന്റെ ഉള്ളില് 10 അടി അങ്ങോട്ട് 10 അടി ഇങ്ങോട്ട് അത്രയേ വേണ്ടു. 10 അടി. ഒറ്റ അടി ഞാൻ ഷെയ്ക്ക് നമ്മള് പറയണ കമ്മീഷൻ അയാൾക്ക് ഓക്കെയാണ്. ഒന്ന് സമ്മതിക്ക്. നടക്കില്ല. നടക്കണ്ട, ഓടിയാ മതി. നടത്താൻ നമ്മൾ ഉദ്ദേശിക്കണേ ഒന്ന് സ്പീഡ് കൂട്ടിയാ മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ പറയാ അല്ലേ? കട ഫുള്ളായിട്ട് കാണാം. അവിടെ അറബിക് സെക്ഷൻ സാധനം പ്ലീസ്. അന്തോണിയ ബാഗ് എടുത്ത അറബിക്ക് കൊടുക്കാണ്ട്. അല്ല കിട്ടി. മിണ്ടണ്ടേ. ഷെയ്ക്കിന്റെ മേലെ ഒരു കണ്ണു വേണേ. അല്ല, ഉദ്ഘാടനത്തിന് വന്ന ഷെയ്ക്ക് സ്വർണം കട്ടൂന്ന് പറഞ്ഞ പരമ പോറായിരിക്കും. ഏയ് അത് സംഭവിക്കൂല. കൗണ്ടറിൽ ആ പെണ്ണുള്ള എടുത്തോളം ഷെയ്ക്കിന്റെ കണ്ണ് സ്വർണത്തിലേക്ക് പോകൂല മോനെ. Not this. Up. There. This one? Yeah. ചോര മുഴുവൻ ഊറ്റി കുടിക്കുകയാണല്ലോ. Very nice. തല്ലുപിടിച്ചു. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവാനല്ലേ ഓട്ടപ്രാന്തനോട് പോയി. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഖത്തറിലെ രാജാവുമായിട്ടുള്ള എന്റെ സൗഹൃദത്തിന്റെ തുടക്കം എന്ന നിലയിൽ ഞങ്ങൾ 50 കിലോമീറ്റർ ഓടുന്നു. 50 കിലോമീറ്റർ ഓടുന്നു. താങ്ക് യു. 50 കിലോമീറ്റർ ജനസുരക്ഷാ സന്ദേശവുമായിട്ടാണ് ഈ കൂട്ടയോട്ടം. അതുകൊണ്ട് ഈ കൂട്ടയോട്ടം ഒരു മഹാവിജയമാക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു 25 കിലോമീറ്റർ ഓടിയുള്ളൂ. 50 കിലോമീറ്റർ ഓടിയില്ലെങ്കിൽ നമുക്ക് മോശ. ഷെയ്ക്കിണ്ടോന്ന് ഇവിടെ വാ. ഓൾ ദി ബെസ്റ്റ്. ഫിനിഷിംഗ് പോയിന്റ് കാണാം. കണ്ടില്ലേ ആൾക്കാരും. അത് ശരി, ഇങ്ങോട്ട് നടക്കും. ഒരു ചെറിയോട്ടല്ലേ കൂട്ടയോട്ടം. വെള്ളം കുടി.